Hello guys, ഈ വീഡിയോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. Let's get started. ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് കുറച്ചുകൂടി എളുപ്പത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്ത് വെച്ച ചില കാര്യങ്ങൾ ഞാൻ ചെറുതായി മാറ്റം വരുത്തിയിട്ടുണ്ട്, അഥവാ കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സിമ്പിളായ ഒരു ചെറിയ പാരഗ്രാഫും ആ ഡിവിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടും ഒരു ചെറിയ റെഡ് ബോർഡറും മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ നേരത്തെ ആഡ് ചെയ്ത ആ പാരഗ്രാഫും അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, മാർജിനൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതായാലും ഈ ഡിവിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിങ്ക് കളറാണല്ലോ ഉള്ളത്. ഇത് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. ഈ സോളിഡ് കളർ ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കുന്നതിന് പകരം അവിടെ നമ്മൾക്ക് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കണം എന്നുണ്ടാകാം. HTML നമ്മൾ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നേരത്തെ പഠിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇവിടെ വന്ന് ഇങ്ങനെ IMG ടാഗ് എഴുതി അതിൽ ഇമേജ് ആഡ് ചെയ്യുക എന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ IMG ടാഗ് എഴുതി അതിൽ ഒരു നല്ല ഇമേജ് ആഡ് ചെയ്യുന്നു. നല്ലൊരു കുരങ്ങന്റെ ചിത്രം ഞാൻ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ IMG ഫോൾഡറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. src-ആയി img/monkey.png എന്ന് കൊടുക്കുന്നു. ആൾട്ടായി ഞാൻ എ ബ്യൂട്ടിഫുൾ മങ്കി എന്നും എഴുതുന്നു. ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ. ഇങ്ങനെ കൊടുത്താൽ ആ ഇമേജ് നമ്മളുടെ കണ്ടന്റിന്റെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. എന്നാൽ നമ്മൾക്ക് വേണ്ടത് ഇങ്ങനെയല്ല. ആ പിങ്ക് കളറിന് പകരം ആ ഡിവിന്റെ ബാക്ക്ഗ്രൗണ്ടായി ഈ ഇമേജ് വരികയാണ് നമ്മൾക്ക് വേണ്ടത്. അത് നമ്മൾക്ക് HTML ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യേണ്ടത് CSS ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്ത IMG ടാഗ് ഏതായാലും ഇവിടെ നിന്നും കളഞ്ഞേക്കാം. ഇപ്പോൾ ഏതായാലും അത് അവിടെ നിന്ന് പോയി. ഇനി നമുക്ക് CSS വരാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ അപ്ലൈ ചെയ്തുവോ അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അപ്ലൈ ചെയ്യുന്നതും. നമ്മളുടെ ഡിവിന്റെ ക്ലാസ് നെയിം ആയിരുന്നല്ലോ ബോക്സ്. അപ്പോൾ ഈ ബോക്സിന്റെ ക്ലാസ് സെലക്ടർ ആണല്ലോ ഇത്. ഇതിന്റെ ഉള്ളിലായിരുന്നു നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്. നമ്മൾക്ക് ഏതായാലും അത് ഇവിടെ നിന്നും കളയാം. ഇപ്പോൾ നോക്കൂ, ആ ഡിവിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പോയിരിക്കുന്നു. ഇനി നമ്മൾക്ക് അതിനു പകരം ഇവിടെ ആഡ് ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നത്. ഇതിന്റെ വാല്യൂ ആയി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇമേജിന്റെ അഡ്രസ് ആണ്. അഥവാ ആബ്സല്യൂട്ട് പാത്ത് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ് പാത്ത് ആവാം. എന്നാൽ അത് ഡയറക്റ്റ് ആയി ഇവിടെ എഴുതരുത്. URL എന്നെഴുതി ബ്രാക്കറ്റ് അഥവാ പാരന്തീസിസ് ഇട്ട ശേഷം അതിന്റെ ഉള്ളിൽ വേണം നിങ്ങൾ ഇമേജ് URL കൊടുക്കാൻ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച IMG ഫോൾഡറിലുള്ള മങ്കി ഇമേജ് ഇവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ URL എന്നെഴുതി ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് img/monkey.png എന്നെഴുതുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളുടെ മങ്കി ഇമേജ് വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആ ഇമേജ് വരാതിരിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? അത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മങ്കി ഇമേജ് എവിടെയാണുള്ളത്? IMG ഫോൾഡറിന്റെ അകത്താണല്ലോ. എന്നാൽ നമ്മളുടെ CSS ഫയൽ എവിടെയാണുള്ളത്? നമ്മൾ CSS ഫയലുകൾ സേവ് ചെയ്യാൻ CSS എന്ന ഒരു ഫോൾഡർ റൂട്ട് ഫോൾഡറിന്റെ അകത്ത് ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ CSS ഫയൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ റിലേറ്റീവ് പാത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക. ഇപ്പോൾ നമ്മൾ ഈ CSS എന്ന ഫോൾഡറിനകത്താണ് ഉള്ളത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയി അവിടെയാണ് IMG എന്ന ഫോൾഡർ ഉള്ളത്, അല്ലെ? ഇത് എങ്ങനെ നമ്മൾ CSS പറയും എന്ന് നോക്കാം. ഇവിടെ URLനകത്ത് 2 ഡോട്ട്സ് ഇടുക. ഈ 2 ഡോട്ട്സ് ഇടുന്നതിന്റെ മീനിങ് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോവുക എന്നാണ്. അതായത് ഈ CSS ഫയലിനെ സംബന്ധിച്ച് പ്രൊജക്റ്റ് ഫോൾഡറിനകത്തെ CSS ഫോൾഡറാണ് അതിന്റെ റൂട്ട് ഡയറക്ടറി. എന്നാൽ 2 ഡോട്ട്സ് ഇടുമ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി. അതായത് നമ്മളുടെ റൂട്ട് പ്രൊജക്റ്റ് ഡയറക്ടറിയിൽ എത്തി എന്നർത്ഥം. ഇനി അവിടെ നമ്മൾക്ക് സ്ലാഷ് ഇട്ട ശേഷം img/monkey.png എന്ന് കൊടുക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അവിടെ നമ്മുടെ ഇമേജ് വന്നതായി കാണാം. എന്നാൽ അത് ആവർത്തിച്ച് ടൈലുകൾ പോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കാണാമല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച ഇമേജിന്റെ റെസല്യൂഷൻ ഇവിടെയുള്ള ഈ ഡിവിന്റെ വിഡ്ത്തിനേക്കാൾ കുറവായിരുന്നു എന്നതാണ്. അതായത് ഞാൻ ഉപയോഗിച്ച ഇമേജ് റെസല്യൂഷൻ 250 പിക്സൽ ബൈ 169 പിക്സൽ ആയിരുന്നു. അത് വളരെ ചെറിയ ഒരു ഇമേജ് ആണ്. അപ്പോൾ അത് ഡിഫോൾട്ടായി അതിന്റെ സൈസിൽ വരുന്നു. എന്നാൽ ഈ ഡിവിൽ ബാക്കി സ്പേസ് ഉള്ളത് കൊണ്ട് അവിടെയൊക്കെ ടൈലുകൾ പോലെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെയാണ് ഡിഫോൾട്ടായി ഇമേജ് വരുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് ഈ ഡിവ് വിഡ്ത്തിനേക്കാൾ കൂടുതൽ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഉള്ള ഇമേജ് ആയിരുന്നുവെങ്കിൽ
ഇത് ടൈലുകളാവുന്നത് നിങ്ങൾ കാണില്ലായിരുന്നു. ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഇത് ഒഴിവാക്കാനും വഴിയുണ്ട്. അതിനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇതിന്റെ വാല്യൂ ആയി നമ്മൾക്ക് നോ റിപ്പീറ്റ് എന്ന് കൊടുക്കാം. ഇപ്പൊ നോക്കൂ, ആ ഇമേജ് റിപ്പീറ്റ് ആവുന്നില്ല, എന്നാൽ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വന്നത് കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഹൊറിസോണ്ടലായി മാത്രം റിപ്പീറ്റ് ചെയ്തോട്ടെ എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്റ് എക്സ് എന്ന് കൊടുക്കാം. അതുപോലെ വെർട്ടിക്കലായി മാത്രം റിപ്പീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഇതിനു പകരം റിപ്പീറ്റ് വൈ എന്നും കൊടുക്കാവുന്നതാണ്. നോർമൽ ഇമേജ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആയി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിപ്പീറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായി തോന്നില്ല. എങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പാറ്റേൺസ് ഒക്കെ കിട്ടുന്ന ചില വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന പാറ്റേൺസ് യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമായ പ്രോപ്പർട്ടിയാണ്. നല്ല ചില പാറ്റേൺസ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് സബ്റ്റിൽ പാറ്റേൺസ്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നു സബ്റ്റിൽ പാറ്റേൺസ് എന്ന്. ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ കയറുന്നു. ഈ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ നല്ലൊരു പാറ്റേൺ ഡൗൺലോഡ് ചെയ്യുന്നു. ഒരു സിപ്പ് ഫയലാണ് കിട്ടുക. ഇത് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിന്നും ആ PNG ഇമേജ് ഫയൽ കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് പ്രൊജക്റ്റിന്റെ IMG ഫോൾഡറിൽ കൊണ്ടുചെന്ന് ഇടുന്നു. ഇനി നമുക്ക് ഈ പാറ്റേൺ നമ്മുടെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, അത് അവിടെ ഇരുന്നോട്ടെ. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് എഴുതി URL എന്ന് എഴുതി ബാക്ക്ഗ്രൗണ്ടിനകത്ത് 2 ഡോട്ട്സ് ഇട്ട ശേഷം /img/orientaltiles.png എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, ആ പാറ്റേൺ അവിടെ വന്നത് കാണാം. ഇനി ഞാൻ ഫോണ്ട് കളറൊക്കെ അതിന് കോൺട്രാസ്റ്റ് ആവുന്നത് പോലെ മാറ്റുന്നു. തൽക്കാലം എല്ലാം വൈറ്റ് ആക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാതെ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അപ്ലൈ ചെയ്തു. ബൈ ഡിഫോൾട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതൊരു ഫോൾ ബാക്ക് ആണെന്ന് പറയാം. ഇൻ കേസ് ഈ ഇമേജ് പാറ്റേൺ ലോഡ് ആയില്ലെങ്കിൽ അവിടെ ഒരു കളർ ഉണ്ടായിക്കോട്ടെ, അതിനുവേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ അവിടെ തന്നെ വെച്ചത്. ഇനി മറ്റൊരു പ്രധാന പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാം. അതാണ് ബാക്ക്ഗ്രൗണ്ട് സൈസ്. ഇവിടെ ഇപ്പോൾ ഈ മങ്കി ഇമേജിന്റെ കേസ് തന്നെ നോക്കാം. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തായാലും കാണാൻ ഒരു ബോറാണല്ലോ. എന്നാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്ന് കൊടുത്താൽ അവിടെ ബ്ലാങ്ക് സ്പേസ് വരികയും ചെയ്യുന്നു. ഇതും അത്ര നല്ല കാര്യമല്ല. ഇനി നമ്മൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സൈസ് പ്രോപ്പർട്ടി കൊടുത്തു നോക്കാം. ഇതിന്റെ വാല്യൂ ആയി വരുന്നത് കണ്ടെയ്ൻ, കവർ അങ്ങനെയൊക്കെയാണ്. ആദ്യം നമ്മൾക്ക് കണ്ടെയ്ൻ കൊടുത്തു നോക്കാം. ഇപ്പൊ നോക്കൂ, ആ ഇമേജ് ഡിവിന്റെ അകത്ത് അതിനെ ഫുള്ളായി ഉൾക്കൊള്ളാൻ പാകത്തിൽ റീസൈസ് ആയിരിക്കുന്നു. ഇതാണ് കണ്ടെയ്ൻ എന്നതിന്റെ ഗുണം. നിങ്ങൾക്ക് ആ ഇമേജ് ഫുള്ളായി കാണിക്കണം, അഥവാ അതിന്റെ ഒരു പാർട്ട് പോലും ഹിഡൻ ആയി പോവരുത് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ കണ്ടെയ്ൻ യൂസ് ചെയ്യുക. എന്നാൽ ഈ കണ്ടെയ്ൻ യൂസ് ചെയ്യുമ്പോഴും റിപ്പീറ്റിംഗ് വരും, നോ റിപ്പീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ നോ റിപ്പീറ്റ് എന്ന ലൈൻ ഒഴിവാക്കിയാൽ ഈ ഇമേജ് അതിനെ ഫുള്ളായി കാണുന്നത് പോലെ റീസൈസ് ആയെങ്കിലും അതിന്റെ സൈഡിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്ന അവിടെ റിപ്പീറ്റിംഗ് കാണാം. മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് സൈസ് വാല്യൂ ആണ് കവർ എന്നത്. കവർ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ആ ഇമേജ് ആ ഡിവിന്റെ ഉള്ളിൽ ഫില്ലായി നിൽക്കുന്നത് പോലെ റീസൈസ് ആയതായി കാണാം. പൊതുവെ നമ്മൾ ഡിവ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുമ്പോൾ കവറാണ് കൂടുതലും യൂസ് ചെയ്യുക. കാരണം ഇവിടെ ആ ഇമേജ് ആ ഡിവിന്റെ ഉള്ളിൽ കൃത്യമായി ഫില്ലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം റിപ്പീറ്റിംഗ് പ്രോബ്ലം വരുന്നതുമില്ല. എന്നാൽ കവർ യൂസ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പാഡിംഗ് വാല്യൂ മാറ്റി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാഡിംഗ് 25 പിക്സൽ എന്നും ടോപ്പ് ആൻഡ് ബോട്ടം പാഡിംഗ് 200 പിക്സൽ എന്നും ആക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഡിവ് ഒരു വെർട്ടിക്കൽ ഷേപ്പുള്ള റെക്ടാങ്കിൾ ആയല്ലോ. എന്നാൽ ആ മങ്കി ഇമേജിന്റെ നേരത്തെ കണ്ട പോർഷൻ അല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത്, അത് മാറിയത് കണ്ടില്ലേ? ഇത് കവർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. കണ്ടെയ്ൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എൻറ്റയർ ഇമേജ് കാണുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് പാഡിംഗ് വാല്യൂ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചിത്രത്തിന്റെ പല ഭാഗങ്ങൾ ക്രോപ്പായി പോകുന്നത് കാണാം. ഇപ്പോൾ നമ്മുടെ മങ്കിയുടെ ഒരു പകുതി അങ്ങനെ തന്നെ കട്ടായി പോയത് കണ്ടല്ലോ. ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന പ്രോപ്പർട്ടി. ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂ ടോപ്പ് ലെഫ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഡിഫോൾട്ടായി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിവിനകത്ത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ ഇമേജിന്റെ ടോപ്പ് ലെഫ്റ്റും ഡിവിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറും ഒരു പോയിന്റിൽ വരുന്നത് പോലെയാണ് ഇമേജ് പൊസിഷൻ ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മാറ്റി നോക്കാം. ഞാൻ ഇതിന്റെ വാല്യൂ ആയി സെന്റർ എന്ന് കൊടുക്കുന്നു.
സി, ഇപ്പോൾ നമ്മുടെ മങ്കി ഡിവിന്റെ സെന്ററിലേക്ക് വന്നത് കണ്ടില്ലേ? നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സെന്റർ എന്ന് കൊടുത്താൽ അതിന്റെ മീനിങ് ഈ ഡിവിന്റെ സെന്ററും ഇമേജിന്റെ സെന്ററും ഒരു പോയിന്റിൽ അലൈൻ ചെയ്യണം എന്നാണ്. ഇനി ഇത് ഞാൻ സെന്റർ മാറ്റി റൈറ്റ് എന്ന് കൊടുക്കുന്നു. ഇപ്പൊ നോക്കൂ, ഇമേജ് റൈറ്റ് സൈഡിൽ അലൈൻ ആയത് കാണാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കോർണറിൽ അലൈൻ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ് ഇങ്ങനെ 2 വാല്യൂസ് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് -100 പിക്സൽ സ്പേസ് -200 പിക്സൽ എന്നൊക്കെ എഴുതാവുന്നതാണ്. അതുപയോഗിച്ച് എക്സാക്റ്റ് ആയി അലൈൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.